എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞാഗ്രഹങ്ങളാണ്. സിദ്ധു സാധിച്ചല്ലോ ആഗ്രഹവും. നല്ല പഴുത്ത പൂമണിടുന്നു. ഓ ലവ്വാ. ഉണ്ണിയപ്പം നീ പറഞ്ഞ ആഗ്രഹം ഈ ലച്ചു സാധിച്ചു തരും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ലച്ചുവിന് വിശേഷമോ? അതേ കൂട്ടുകാരെ, ലച്ചുവിന് കുറേ സാധനങ്ങൾ തിന്നാൻ കൊതിയിട്ടോ. ഈ കൊതി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലച്ചുവിന് വിശേഷമായെന്ന്. അത് തന്നെ സത്യമായാൽ മതിയായിരുന്നു. എന്നിരുന്നാൽ കൂടി ഇന്നത്തെ പ്രമോല് നമ്മുടെ ലച്ചു ആദ്യം തന്നെ നമ്മുടെ സിദ്ധുവിനോട് മുല്ലപ്പൂ വേണമെന്നും പറഞ്ഞ് മേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധു ആണെങ്കിൽ ലച്ചു എന്ത് പറഞ്ഞാലും ആ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കാം. മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ മുല്ലപ്പൂ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ലച്ചു അതും ഇങ്ങനെ മണത്തുകൊണ്ടേ നിൽക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് എനിക്ക് നല്ല പഴുത്ത പൂവമ്പഴം വേണം എന്ന് പറയുക. അപ്പൊ ഇത് കേട്ട പാതി തന്നെ നമ്മുടെ സിദ്ധുവളിന് ഓടിപ്പോയി നല്ല പഴുത്ത പൂവമ്പഴവും മേടിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പൊ ലച്ചു ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. താൻ എന്ത് പറയുന്നു അതൊക്കെ സ്പോട്ടിൽ നമ്മുടെ സിദ്ധുവളിനെ എത്തിക്കുക. അപ്പൊ നമ്മുടെ ഗൗരിയമ്മയും ഭവാനിയമ്മയൊക്കെ കൂടി പറയുന്നുണ്ട്, എന്തിനാ ലച്ചു സിദ്ധുവിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നീ പറയുന്നത് എല്ലാ സെക്കൻഡിലും അവൻ മേടിച്ചു കൊണ്ട് വരുന്നുണ്ടല്ലോ, അവന്റെ എന്തെങ്കിലും ഇഷ്ടം നീ നോക്കുന്നുണ്ടോ എന്ന് പറയുകയാണ്. അപ്പൊ സിദ്ധുവിന്റെ അടുത്ത് നമ്മുടെ ലച്ചു ചെന്ന് ചോദിക്കുന്നുണ്ട്, സിദ്ധുവിന് എന്താ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എനിക്ക് ഉണ്ണിയപ്പം തിന്നാൻ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ഉണ്ണിയപ്പം കൊണ്ടുവന്ന് നമ്മുടെ സിദ്ധുവിന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ സിദ്ധു പറയുന്നത്, എനിക്കിപ്പോ ഉണ്ണിയപ്പം തിന്നാനുള്ള മൂഡ് അങ്ങ് പോയി, ഇപ്പൊ വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ലച്ചുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക കേട്ടോ. അപ്പൊ ലച്ചു ഭയങ്കര ദേഷ്യത്തിൽ തിരിച്ചു പോകുന്നുണ്ട്. രംഗങ്ങളൊക്കെ തന്നെയായിട്ട് കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ ഇത് എവിടം വരെ പോകും, ലച്ചുവിന്റെ വിശേഷമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ നമ്മളല്ലേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെയർ ദി മലയാളി സൈനിങ് ഓഫ്.